afternoon all. Okay, good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതൊക്കെ അടുത്തത് സത്യായിരുന്നോ? എവിടം വരെ എടുത്ത് നിർത്തിയത്? യൂണിയൻ നമ്മുടെ കംപ്ലീറ്റ് ആയി അല്ലേ? ക്ലിയർ ആവുന്നില്ല, എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മള് കളക്റ്റീവ് ബാർഗൈനിങ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? നിങ്ങൾക്ക് സ്ക്രീനില് പറ്റുന്നുണ്ടോ? ക്രിയേറ്റ് ചെയ്യാം, ഇപ്പൊ തന്നെ വരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും സ്പീഡ് വന്നു, ഇതൊരു ചെറിയ കാര്യമുണ്ട്.
Okay, good afternoon. Okay ആണോ? ഇപ്പൊ സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കളക്റ്റീവ് ബാർഗെയിനിങ് വരെ എത്തി അല്ലെ? അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇപ്പൊ വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒന്നുമില്ല അല്ലെ? നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നമ്മളെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്നുള്ളത് പ്രത്യേകമായിട്ട് പറഞ്ഞു അല്ലെ? ഇവിടെ തീർച്ചയായിട്ടും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവര് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ബാർഗെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ അല്ലെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ പരസ്പരം നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടാണ്, വില പേശിയിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി വ്യത്യസ്ത വ്യക്തികളുടെ അഭിപ്രായത്തിൽ അത് ഡിസ്കസ് ചെയ്തില്ലല്ലോ. ഡെഫിനിഷൻസ് ചെയ്തോ? ഡെഫിനിഷൻ കൂടി കഴിഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ.
അപ്പൊ അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് എസെൻഷ്യലി എ പ്രോസസ് ഇൻ വിച്ച് എംപ്ലോയീസ് ആക്ട് ആസ് എ ഗ്രൂപ്പ് ഇൻ സീക്കിംഗ് ടു ഷേപ്പ് കണ്ടീഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദിയർ എംപ്ലോയ്മെന്റ്. അതായത് നമ്മള് പ്രധാനമായിട്ടും പറയാണ് അല്ലെ, അവിടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ബന്ധങ്ങളുടെ അല്ലെ, അവിടെ റിലേഷൻഷിപ്പ് ഇൻ ദിയർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തൊഴിലാളികളാണെങ്കിൽ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അത് രൂപപ്പെടുത്തുകയാണ് അല്ലെ. അതാണ് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് ഇറ്റ്സ് എസെൻഷ്യലി ഒരു പ്രോസസ് ആണ് in which employees act as a group of പേഴ്സൺസിന്റെ ഒരു പ്രോസസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് ആ പ്രോസസ്സ് നടപ്പാക്കുന്നത്? അതായത് അവര് ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള തൊഴിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക അല്ലെ. ഷീപ്പ് കണ്ടീഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടേതായിട്ടുള്ള കണ്ടീഷനുകൾ കൈകാര്യം ചെയ്തെടുക്കാതെ അത് നല്ല രീതിയിൽ ഷേപ്പാക്കി എടുക്കാം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാനായിട്ട്. നമുക്കറിയാം വർക്കിംഗ് കണ്ടീഷന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, സാലറിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ അത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് കൂട്ടായി നിന്ന് നടപ്പാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അഭിപ്രായമാണെന്ന് അത് ഓർത്ത് വെക്കുക. ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കാതെ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ള കാര്യം, അത് ആരാണ് ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള പ്രോസസ്സ് ആരുടെ നിർവചനത്തിലാണ് അത് വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് എസെൻഷ്യലി എ പ്രോസസ്, ഒരു പ്രോസസ് ആണെന്ന് വിശേഷിപ്പിക്കുന്നു. ആ പ്രോസസ് എന്ന് പറയുന്ന ഒരു ഷേപ്പാക്കി എടുക്കുന്നത് അല്ലെ, അവിടെ എംപ്ലോയ്മെന്റിനെ ഒരു ഷേപ്പാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്ന കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം, ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപം ഉണ്ടാക്കി എടുക്കാന്നല്ല. അതായത് നമുക്കറിയാം ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അല്ലെ, അത് ചർച്ചയിലൂടെയൊക്കെ അവതരിപ്പിച്ച് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇനി വീണ്ടും അക്കോർഡിംഗ് ടു ഫോക്സിന്റെ അഭിപ്രായത്തിൽ എന്താന്ന് നോക്കാം. കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ബിറ്റ്വീൻ ദ representatives of employees and the freely designated representative of employees acting collectively with a minimum of government dedication. ഓക്കെ, നമുക്കറിയാം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് തൊഴിലാളികൾ അവരുടേതായിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ്സ് അവരുടേതായിട്ടുള്ള അല്ലെ ഡെസിഗ്നേഷനിൽ വരുമ്പോൾ മിനിമം നമുക്കറിയാം ഗവൺമെന്റിന്റേതായിട്ടുള്ള കുറെ ചട്ടങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യണം. നമുക്കറിയാം ഏതൊരു തൊഴിലിടത്തിലാണെങ്കിലും കുറെ റൂൾസ് ആൻഡ് അല്ലെ റെഗുലേഷൻസ് ഒക്കെ ഗവൺമെന്റിന്റെ ആക്ടിൽ വരുന്നതാണ് അല്ലെ. തൊഴിലാളികൾക്ക് ചില എന്താണ് ആനുകൂല്യങ്ങളൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ലഭ്യമാകുന്നതാണ്, അത് നിയമപരമായിട്ട് അവർക്ക് ലഭ്യമാകുന്നതാണ്. അത്തരത്തിലുള്ള നിയമവശങ്ങളിലേക്ക് നമുക്കറിയാം എന്താണ് അവർ സ്ട്രൈക്കിൽ ലോക്കൗട്ടൊക്കെ നടത്തിയിട്ടൊക്കെ ആയിരിക്കും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം അവർ നേടിയെടുക്കുന്നത്. അപ്പൊ ഫോക്സിന്റെ അഭിപ്രായത്തിൽ എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ്. ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെ തൊഴിലുടമയുടെ ഒക്കെ മുമ്പില് കൃത്യമായിട്ട് തന്നെ അവരുടേതായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് അവരുടേതായിട്ടുള്ള പ്രതിനിധികൾ തൊഴിലാളികളുടെ ആണെങ്കിലും തൊഴിലുടമയുടെ ആണെങ്കിലും പ്രതിനിധികള് എന്താണ് ഗവൺമെന്റിന്റെയും കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളെല്ലാം ചില ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസിനൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു പരിഹാരം കണ്ടെത്തുക അല്ലെ, ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു മാറ്ററാണ് അക്കോർഡിംഗ് ടു ഫോക്സിന്റെ അഭിപ്രായത്തില് വീക്ഷണത്തില് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അതില് ആ ഒരു പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്കറിയാം എംപ്ലോയേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സും അതേമാതിരി തന്നെ എംപ്ലോയീസിന്റെയും റെപ്രസെന്റേറ്റീവ്സും എല്ലാം തന്നെ ഒന്നിച്ചു നിന്നായിട്ടാണ് ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, നമുക്കറിയാം ഗവൺമെന്റിന്റെയും കൂടി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ അവിടെ ആ ഒരു ഡെഫിനിഷനിൽ എന്താണ് തൊഴിലാളികളുടെ റെപ്രസെന്റേറ്റീവിനെ ഉൾക്കൊള്ളുന്നു, ദെൻ തൊഴിലുടമയുടെ റെപ്രസെന്റേറ്റീവ്സ് ആക്ച്വലി വിത്ത് മിനിമം ഗവൺമെന്റ് ടെക്നേഷനും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡറിന്റെയും അക്കോർഡിംഗ് ടു ഫോക്സിന്റെയും അഭിപ്രായത്തിൽ ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു RF ഫോക്സി ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് നോക്കാം. Collective bargaining is a mode of fixing the terms of employment by means of bargaining between an organized body of employees and an employer or an association of employers, usually acting through authorized agents. നമുക്കറിയാം എന്തായാലും
ഒരു സംഘടിതമായിട്ടുള്ള ഒരു ബോഡി അല്ലെ. അവര് ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ബാർഗെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും ഒക്കെ അസോസിയേഷനുകളുണ്ട് അല്ലെ. അവരെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നത്. യൂഷ്വലി ആക്ടിംഗ് ത്രൂ ഓതറൈസ്ഡ് ഏജൻസ് അല്ലെ. നമ്മളിപ്പോ യൂണിയന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന വരുമ്പോഴേ അവിടെ തീർച്ചയായിട്ടും എന്താണ്, അവിടെ ഒരു അംഗീകാരമായിട്ടുള്ള ഒരു ഏജന്റ് ആണ് നിലകൊള്ളുന്നത് അല്ലെ. അംഗീകാരത്തോട് കൂടിയിട്ട് നമുക്കറിയാം അവിടെയുള്ള ആ ഒരു ഓർഗനൈസേഷനില് മെമ്പേഴ്സിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് യൂണിയനുകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നത്. യൂണിയൻ ലീഡേഴ്സിനൊക്കെ അവിടെയുള്ള മെമ്പേഴ്സ് ആണ് തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് അവര് ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്. The essence of a collective bargaining is a bargain between the interested parties and not a decrease from outside parties. നമുക്കറിയാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അവിടെയുള്ള മെമ്പേഴ്സിന്റെ തന്നെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ബാർഗെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. പുറത്തുനിന്നുള്ള വ്യക്തികളല്ല അല്ലെ. പുറത്തുനിന്നുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ചട്ടക്കൂടിന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരുടെ അംഗീകാരത്തോടു കൂടിയുള്ള പേഴ്സൺസ് ആണ് അവിടെ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. സോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ഫിക്സിങ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. അവിടെ എന്താണ്, ഒരു തൊഴിലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു ബാർഗെയിനിങ് ആണ്. അതായത് അതിൽ ഉൾപ്പെടുന്നത് മീൻസ് ബൈ ബാർഗെയിനിങ് ബിറ്റ്വീൻ ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് എംപ്ലോയീസ് ആൻഡ് ആൻ എംപ്ലോയർ അല്ലെ. തൊഴിലുടമയും തൊഴിലാളികളുടെ സംഘടനകളുമാണ് അവിടെ ബാർഗെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ അസോസിയേഷൻ ഓഫ് എംപ്ലോയേഴ്സ് യൂഷ്വലി ആക്ടിംഗ് ത്രൂ ഓതറൈസ്ഡ് ഏജൻസ് അല്ലെ. തൊഴിലുടമകള് അവരുടേതായിട്ടുള്ള യൂണിയനുകൾ അസോസിയേഷൻസിന്റെ ഏജൻസ് വഴിയായിട്ടാണ് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ട് മുതിരുന്നത്. The essence of a collective bargaining is a bargain between the interested parties and not a decrease from the outside parties. അവര് തമ്മിലാണ് ബാർഗെയിൻ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നത് അല്ലെ. പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം അവർക്ക് സാലറിയൊക്കെ കൊടുക്കുന്നു. തീർച്ചയായിട്ടും തൊഴിലുടമകളുടെ നേതൃത്വത്തിലുള്ള അസോസിയേഷനുകൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ തൊഴിലാളികളുടേതായിട്ടുള്ള ഇൻഡസ്ട്രിയുമായിട്ട് അംഗീകാരത്തോട് കൂടിയിട്ട് യൂണിയനും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ബാർഗെയിൻ ചെയ്യുന്നു. സോ എന്താണ്, അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു വിലപേശൽ എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ആ വിലപേശലുകളിൽ പ്രധാനമായിട്ടും അവിടെയുള്ള അവകാശം സ്ഥാപിക്കുന്നവർക്ക് തന്നെയാണ് ബാർഗെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത് അല്ലെ. അവകാശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളികളും അതേമാതിരി തന്നെ ഗവൺമെന്റിനും അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ട് അല്ലെ. അവര് തീർച്ചയായിട്ടും അവരെ ഒറ്റക്കെട്ടായിട്ട് ചർച്ചയിലൂടെയാണ് ഈ തീരുമാനങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടി അല്ലെ. ഒരു സംഘടിതമായിട്ടുള്ള ചർച്ച വരുന്നു. അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരുടെയും അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ബാർഗെയിൻ ചെയ്യുന്നു. ഇതിന്റെ അവകാശങ്ങളൊക്കെ സ്ഥാപിച്ചു കിട്ടേണ്ടതാണെങ്കിൽ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതില് പല കാര്യങ്ങളും അതിൽ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. അതായത് കളക്റ്റീവ് എന്നുള്ള കാര്യം, അതായത് എന്താണ് കളക്റ്റീവ് എന്നുള്ളത്? ഇറ്റ് ഇസ് എ കളക്റ്റീവ് ഇൻ ടു വേസ്. ഫസ്റ്റ്ലി ദ വർക്കേഴ്സ് ബാർഗെയിൻ കളക്റ്റീവ്ലി ഫോർ ദ common interest and welfare of the all workers. Secondly, the management and the workers mutually arrive at an agreement beneficial for both through negotiation. അതായത് തൊഴിലാളികള് തീർച്ചയായിട്ടും ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊഴിലാളികള് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് അവർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭ്യമാകുന്നു. മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് മ്യൂച്വലി അറൈവ് അറ്റ് എഗ്രിമെന്റ് ബെനിഫിറ്റ് ഫോർ ബോത്ത് ദ നെഗോഷിയേഷൻ. നമുക്കറിയാം അവകാശങ്ങൾ ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമകളാണ് അവിടെ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെന്റ് ആയിട്ട് വർക്കേഴ്സ് മ്യൂച്വലി അറൈവ് ആറ്റ് എഗ്രിമെന്റ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ഫ്രോം നെഗോഷിയേഷൻ. അപ്പൊ ചർച്ച സംഘടിപ്പിച്ച് ചർച്ചയിലൂടെ ഒരു എഗ്രിമെന്റ് വന്നിട്ടാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ വർക്കേഴ്സും എംപ്ലോയ്മെന്റ് അല്ലെ മാനേജ്മെന്റും തമ്മിൽ ഒരു ധാരണയിൽ എത്തുന്നത്. അപ്പൊ ഫസ്റ്റ്ലി നമുക്കറിയാം അവിടെ ബാർഗെയിൻ ചെയ്യുന്നു, വിലപേശുന്നു. സെക്കൻഡ്ലി എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചർച്ചയിലൂടെ അവര് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നു, ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ഒക്കെയാണോ കളക്റ്റീവ്?
ഓക്കെ, അപ്പൊ ഫസ്റ്റ്ലി നമ്മുടെ മനസ്സിലായി എന്താണ് കളക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബാർഗെയിനിങ് ആണ് അല്ലെ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അതിൽ നടപ്പാക്കുന്നത്. ഒന്ന് വിലപേശലും, അതേപോലെ തന്നെ എന്താണ് രണ്ടാമതായിട്ട് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചർച്ചയും അല്ലെ. ചർച്ചയിലൂടെയാണ് ഇത് നേടിയെടുക്കുന്നത്, ഈ വിലപേശല് നേടിയെടുക്കുന്നത്. ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത്. എന്താണ് ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്? Both the parties have an equal bargaining strength, and that is the features of a collective bargaining. In the context of a collective bargaining, both the parties bargain from a position of equal strength as their bargaining strength is equal. Okay, ഇരുകൂട്ടർക്കും ബാർഗെയിൻ ചെയ്ത് വരുന്ന അവരുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് അതൊരു ഈക്വൽ ആയിട്ടുള്ള ഒരു ബാർഗെയിനിങ് ശക്തിയാണെന്ന് പറയുന്നു. അതായത് രണ്ട് പാർട്ടീസും അല്ലെ അവരുടേതായിട്ടുള്ള ഈക്വൽ സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ് അവർ ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ദിസ് പ്രോസസ് ക്യാൻ ബി കോൾഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് ദ വർക്ക് ഫോഴ്സ്. അതായത് ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാം എന്താണ് വ്യാവസായിക ജനാധിപത്യം അല്ലെ, വർക്ക് പ്ലേസിലുള്ള വ്യാവസായിക ജനാധിപത്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് അവിടെ ബാർഗെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം ബോത്ത് ദ പാർട്ടീസ് ബാർഗെയിൻ എന്ന് പറയുമ്പോൾ തൊഴിലുടമയുടേതായിട്ടുള്ള അവകാശങ്ങൾ അല്ലെ, അവർ ഇത്രയും ക്യാപിറ്റല് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇത്രയും ലാഭം വേണമെന്ന് അവർ ആഗ്രഹിക്കും. തൊഴിലാളികളാണെങ്കിലും അവര് ചെയ്യുന്ന എഫേർട്ടിനനുസരിച്ചിട്ടുള്ള കൂലി വേണമെന്ന് അവരും ആഗ്രഹിക്കും. അപ്പൊ ബോത്ത് ഓഫ് ദം അവരുടേതായിട്ടുള്ള ബാർഗെയിനിങ് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. സോ ദിസ് പ്രോസസ് ക്യാൻ ബി കോൾഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അറ്റ് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആണെന്നതിനെ വിശേഷിപ്പിക്കാം. അല്ലേ, വായിച്ചു നോക്കേണ്ടതുണ്ടോ? മൂന്ന് ഡെഫിനിഷൻ പറഞ്ഞു, ഫീച്ചേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫ്ലെക്സിബിൾ. അപ്പൊ ബാർഗെയിൻ ചെയ്യാനായിട്ട് ഈക്വൽ ബാർഗെയിൻ സ്ട്രെങ്ത് എന്നത് മനസ്സിലായി, കളക്റ്റീവ് ആണെന്ന്. പിന്നെ നെക്സ്റ്റ് നോക്കുമ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെ ചേഞ്ചസ് വരുത്താനായിട്ട് അനുയോജ്യമാണ് അല്ലെ. ഒരു ചർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചർച്ച ചെയ്ത് ചിലപ്പോൾ തീരുമാനമാവും, ചിലപ്പോൾ അല്ലെ തീരുമാനം ആവാതേക്ക് പോകും. എങ്കിൽ കൂടി അത് എന്ത് സംഭവമാണെങ്കിലും നമുക്കൊരു ചേഞ്ചസ് അവിടെ നടപ്പായിട്ട് അല്ലെ. Collective bargaining is a group activity in which representative of workers and management utilize their energies so that a solution can be obtained which is acceptable by both the parties. Okay, നമുക്കറിയാം മാനേജ്മെന്റ് അല്ലെ, അവിടെ തൊഴിലുടമകൾക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റും യൂണിയൻ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്കേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബാർഗെയിനിങ് പരിപാടികളൊക്കെ നടക്കും. ദെൻ സൊല്യൂഷൻസ് അവിടെ തീർച്ചയായിട്ടും ബോത്ത് പാർട്ടീസിനും സൊല്യൂഷൻസ് എന്തെങ്കിലും തീരുമാനങ്ങൾ അല്ലെ ലഭ്യമാക്കും. Collective bargaining is a give and take process where the concerned parties arrive at a solution by exchanging their diverse views. Then അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ആ ഒരു ഡൈവേഴ്സ് വ്യൂ അല്ലെ വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചപ്പാട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു പ്രോസസ് ആയിട്ടാണ് നടപ്പാക്കുന്നത്. അതായത് അവിടെ ഒരു നെഗോഷിയേഷൻ പ്രോസസ്സാണ് അവിടെ നടപ്പാക്കുന്നത്. ആ ചർച്ചയിൽ അവർ അവരുടേതായിട്ടുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. ദിസ് ഈസ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു അല്ലെ പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷതയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര്
വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് അവര് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ തൊഴിലുടമ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യം വേണം എന്ന് അവിടെ ബാർഗെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി അല്ലെ മറ്റു കമ്പനികൾ കൊടുക്കുന്ന പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ബാർഗെയിൻ ചെയ്തത്. അപ്പൊ വ്യത്യസ്ത വ്യൂസുകൾ അല്ലെ ഡൈവേഴ്സ് വ്യൂസുകളൊക്കെ പരസ്പരം എന്താണ് എക്സ്ചേഞ്ച് ചെയ്ത് സൊല്യൂഷൻസുകൾ കണ്ടെത്തുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകത അതിനുണ്ട് എന്നതാണ് പ്രധാനമായിട്ട് വിശേഷിപ്പിക്കുന്നത്. വൈവിധ്യമായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ആണെന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. കാരണം തൊഴിലാളികളുടേതായിട്ടുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ തൊഴിലാളികളുടേതായിട്ടുള്ള വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിട്ടാണ് അന്തിമമായിട്ടുള്ള തീരുമാനത്തിന് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ആ തീരുമാനത്തിലേക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ആണ് അല്ലെ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വോളണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ് സ്വമേധയ അല്ലെ. Media. The act of coming together with the workers' management cannot be forced or imposed upon anyone. അല്ലെ അവിടെ ഒരാള് ഫോഴ്സ് ചെയ്യില്ല. ഇപ്പൊ ഈ യൂണിയനിലെ മെമ്പർ ആവണം ആ യൂണിയനിൽ പോകാൻ പാടില്ല അങ്ങനെ ഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഒന്നുമില്ല. Then both the parties volunteered to have a productive dialogue on various troubling issues. ഓക്കെ വ്യത്യസ്ത ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഓരോരുത്തര് അല്ലെ അവരുടേതായിട്ടുള്ള ഉത്പാദനക്ഷമത കുറഞ്ഞു വരാനായിട്ടുള്ള ഓരോരുത്തര് വ്യത്യസ്ത വോളണ്ടിയേഴ്സ് ആണ്. നമുക്കറിയാം എന്താണ് സ്വമേധയമായിട്ടുള്ള ഒരു കാര്യമാണത്. both parties volunteer to have productive dialogues. എന്നുവെച്ചാൽ ഇരുകൂട്ടരും അവരുടേതായിട്ടുള്ള സ്വതന്ത്ര വീക്ഷണകോണിൽ തന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ കപ്പിൾ ഇഷ്യൂസ് അല്ലെ ഒരുപാട് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വ്യൂസ് ഓഫ് ഈച്ച് അതർ ആർ scrutinized extensively to find an agreeable solution. Hence, collective bargaining is a voluntary process. Okay, നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തന്നെ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു സ്വമേധയായുള്ള പ്രോസസ് ആണ്. സാധാരണയായിട്ട് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് അല്ലെ എത്തുന്നതിന് സ്ക്രൂട്ടിനൈസ്ഡ് എക്സ്റ്റെൻസീവ്ലി എന്ന് പറയുമ്പോൾ അല്ലെ വളരെയധികം പരിശോധിച്ചതിന് ശേഷമാണ് അവിടെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിപ്പെടുന്നത്. സോ അത് ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. തൊഴിലാളികൾക്ക് വേണമെങ്കിൽ ഇന്ന യൂണിയനിൽ പ്രവേശിക്കാം അല്ലെങ്കിൽ വേറെ യൂണിയനിൽ പ്രവേശിക്കാം അല്ലെ. മസ്റ്റ് ആയിട്ട് അടിച്ചേൽപ്പിക്കോ ഇന്ന യൂണിയനിൽ തന്നെ മാത്രം പോകാൻ പാടുള്ളൂ അറിയാൻ പറ്റുമോ? ഓരോ തൊഴിലാളികൾക്കും ഏത് യൂണിയനിലൊക്കെ പങ്കെടുക്കണമെന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും എന്താണ് പ്രത്യേകമായിട്ട് നേരത്തെ കുട്ടികളല്ല മസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവുമോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ടൊന്ന് ആലോചിച്ചു. അപ്പൊ നിങ്ങളെ കണ്ട വോളണ്ടിയറി നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ. സ്വമേധയ അവർക്ക് മസ്റ്റ് ആയിട്ട് പോകണമെന്നൊന്നുമില്ല. അത് സ്വമേധയാണെങ്കിൽ ഏത് യൂണിയനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്.
ബോത്ത് പാർട്ടീസും അവരവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിന് അവിടെ പങ്കക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആണ് അല്ലെ. ഇവിടെ ഒരു നമ്മള് ചർച്ചയാണെങ്കിൽ ചർച്ച സംഘടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലെത്താൻ ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് നാളുകൾ എടുക്കും അല്ലെ. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. നമുക്ക് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് നോട്ട് വൺ ടൈം പ്രോസസ് വിച്ച് ബിഗൺ വിത്ത് നെഗോഷിയേഷൻ ആൻഡ് എൻഡ് വിത്ത് അഗ്രിമെന്റ്. നമുക്കറിയാം അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ് അല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് നോട്ട് വൺ ടൈം പ്രോസസ്, ഇസ് എ വൺ ടൈം പ്രോസസ് അല്ല. Then which begins with the negotiation and ends with the agreement. നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്കറിയാം എന്താണ് എന്തെങ്കിലും ചർച്ചയിലൂടെ ആയിരിക്കും അല്ലെ. ഒരു ബാർഗൈൻ ചെയ്യുന്നതിനുള്ള കാര്യം വരുമ്പോ ഓക്കെ എന്നാൽ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കും എന്ന് പറയും അല്ലെ. കാരണം ചർച്ചയിൽ വന്നാലാണ് ഇരുകൂട്ടരുടേതുമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ എൻഡ് എന്ന് പറയുന്നത് അതിന്റെ അവസാനം എന്ന് പറയുന്നത് വിത്ത് എഗ്രിമെന്റ് അല്ലെ. ചർച്ചകൾ നടത്തി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു രൂപരേഖയ്ക്ക് വരും. അവരെ ഉദ്ദേശിച്ച ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോ ആ ഒരു ഫെസിലിറ്റിയിലേക്ക് കറക്റ്റായിട്ട് ഫുള്ളി ആ ഒരു ഫെസിലിറ്റി ചിലപ്പോൾ അനുവദിക്കണമെന്നില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ അനുവദിച്ച് അല്ലെ ഒരുപാട് കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോ ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും എന്താണ് സാധിച്ചു കിട്ടും അല്ലെ. അങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് അത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. Then it is an ongoing and continuous course of action. ഇതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. When two parties agree on a matter, it is just be striking of collective bargaining. ഇതിലെ പ്രധാനമായിട്ട് പറയാണ് രണ്ട് പാർട്ടീസ് തമ്മിലാണ് എഗ്രിമെന്റ് വരുന്നത്. then എന്താണ് സ്റ്റാർട്ടിങ്ങിന്റെ ടൈമില് കളക്റ്റീവ് ബാർഗൈനിങ്ങില് ഇരു കൂട്ടരുടെയും ഒരു അല്ലെ തീർച്ചയായിട്ടും എന്താണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. Then this agreement has to be implemented in a continuous manner and further negotiation should be initiated. ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും നടപ്പാക്കുന്നതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാം ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കാൻ പറ്റുന്നത്. അത് അതിലൂടെയാണ് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുത്തിട്ട് ചർച്ചയിലൂടെ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് ഓർത്ത് വെക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചർച്ച നടത്തുന്നു, ചിലപ്പോൾ തീരുമാനമില്ലാതെ ഇറച്ചി പോകുന്നു, വീണ്ടും ചർച്ച നടത്തുന്നു, അതിൽ ഏതെങ്കിലുമൊക്കെ തീരുമാനം ഫുൾഫില്ല് ചെയ്യുന്നു, വീണ്ടും ചർച്ചകളിലേക്ക് വരുമ്പോൾ അടുത്ത തീരുമാനങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഡൈനാമിക്. ഓക്കെ, നമുക്ക് ഡൈനാമിക് എന്താണെന്ന് നോക്കാം. The process of collective bargaining itself is a dynamic one. As a concept undergoes a lot of changes and develops over time. ഓക്കെ, നമുക്കറിയാം എന്താണ് അവിടെ ഡൈനാമിക് എന്ന് പറയുമ്പോൾ തീർച്ചയായും ചലനാത്മകമാണ് അല്ലെ. എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺസെപ്റ്റ് undergo a lot of changes and develops over time. അല്ലെ, ലോട്ട് ഓഫ് ചേഞ്ചസുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. There are several changes in the manner agreement arrive. Their implementation process and the cognitive abilities of the parties. Okay, അവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അവിടെ ഒരു എഗ്രിമെന്റ് വരുന്നുണ്ട് അല്ലെ. എംപ്ലോയ്മെന്റ് എന്താണ് ഇംപ്ലിമെന്റേഷൻ പ്രോസസ് ആൻഡ് cognitive abilities of the parties. അതായത് നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് അത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെ, അതല്ലെങ്കിൽ എന്താണ് വൈജ്ഞാനികമായിട്ടുള്ള ഒരു കഴിവ് അത് അവിടെ ആവശ്യമാണ്. ദീസ് റാപ്പിഡ് ചേഞ്ചസ് ആർ റെസ്പോൺസിബിൾ ഫോർ. ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ് എന്താണ് നമ്മുടെ ഡൈനാമിക് ആൻഡ് ഡെവലപ്ഡ് വളർന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ചലനാത്മകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. നമുക്കറിയാം നേരത്തെ കൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കണമെന്നും ഉണ്ടാവാം, പക്ഷെ അതിന് മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളും ഉണ്ടാകാം അല്ലെ. അപ്പൊ നടപ്പാക്കി കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇത് ഒക്കെയാണ് അല്ലെ, ചർച്ച നടത്തിയത് കൊണ്ട് ഗുണമുണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് വേരിയേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ മറ്റൊന്ന് കണ്ടിന്യൂസ് പ്രോസസ് ആണെങ്കിൽ ഇത് ഡൈനാമിക് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്.
നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് വന്ന പവർ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, പവർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു നല്ല അധികാരങ്ങൾ ഉണ്ട് അല്ലെ ബന്ധങ്ങൾക്ക്. നമുക്കറിയാം ട്രേഡ് യൂണിയനുകളൊക്കെയാണ് നെഗോഷിയേഷനിലൊക്കെ പങ്കെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ അല്ലെ ബാർഗെയിൻ ചെയ്യാനൊക്കെ ഒരു തൊഴിലുടമകളുടെയും പ്രതിനിധികളൊക്കെ ഉണ്ടാവും. നോക്കാം എന്താണുള്ളത്. ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഷെയർ എ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ബോത്ത് വാണ്ട് ടു എക്സ്ട്രാക്ട് മാക്സിമം ഫ്രം ഈച്ച് അതർ ബൈ ഓഫറിംഗ് ദ ലീസ്റ്റ്. നമുക്കറിയാം ഇരു കൂട്ടരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ബന്ധം വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കും. However, a concerns can only be reached when they draw back from his position and accept less than their demands and give more than what is offered initially. Okay, however, consumers can only reach when they draw back from their position and accept less than their demands. അല്ലെ അവിടെ ഇരുകൂട്ടരും നമുക്കറിയാം എന്താണ് അവിടെ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും കാര്യങ്ങളുണ്ട് അല്ലെ. അവിടെ ഇരുകൂട്ടർക്കും അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഓഫറുകൾ സാധ്യമാക്കണമെന്നുണ്ടാവാം. ദെൻ അവരുടെ ഈച്ച് പൊസിഷൻകാരും അവര് കുറച്ചെങ്കിലും അല്ലെ അവരുടേതായിട്ടുള്ള ഡിമാൻഡുകളൊക്കെ ആയിരിക്കും, പൊസിഷൻസ് ഒക്കെ ആയിരിക്കും അവര് ഫുൾഫിൽ ചെയ്യുക. This help management to hold on its power and control on the workplace matters. The union also apply this policy to strengthen their hold over workers and repair powers. Okay, ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് കാര്യങ്ങളായിരിക്കും അവർക്ക് നടപ്പാക്കി കൊടുക്കുക. പറയുന്ന കാര്യങ്ങളെല്ലാം ചർച്ചയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം തന്നെ സാധിച്ചു കൊടുക്കുമോ? ചർച്ചയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് അനുസരിച്ചിട്ട് തന്നെ അപ്പൊ അതിനെ ആദ്യം സാധിച്ചു കൊടുക്കുമോ? ഇല്ലേ അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. However, a consequence can only be reached when they draw back from their position and accept less than their demands and give more than what is offered initially. അതിനുശേഷം നമുക്കറിയാം ഇപ്പൊ നിലവിൽ എന്താകാൻ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് പ്രാധാന്യം കൽപ്പിക്കുകയും പറ്റും. എല്ലാ ഓഫറുകളും നമ്മള് കൊടുക്കണമെന്നില്ല. അത് മാത്രമല്ല അവിടെ പ്രധാനമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് this help management to hold on its power and give more than what is offered initially. അല്ലെ കൂടുതലായിട്ട് എന്താണ് പവർ അല്ലെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് പവർ ഉള്ളതെന്ന് അത് ആക്ച്വലി എത്തുന്നതിന് ശേഷം അവർക്ക് ഇനീഷ്യലായിട്ട് എടുക്കാവുന്നതാണ്. This help management to hold on its power and control on workforce matters. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് കൊണ്ട് തന്നെ മാനേജ്മെന്റിന് മൊത്തമായിട്ട് എന്താണ് അവര് തൊഴിൽ ചെയ്യാനായിട്ട് അവസരത്തിലേക്ക് കൊണ്ടുവരാം. The union also apply this policy to strengthen their hold over workers and retain their powers. അതായത് നമ്മളിപ്പോ ഒരു യൂണിയന്റെ നേതൃത്വത്തിൽ ഒന്ന് ബാർഗെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ അടുത്തൊരു കാര്യം കൂടി ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് വരുമ്പോഴേക്കും ചില മെമ്പേഴ്സ് എന്ത് ചെയ്യും നമ്മുടെ യൂണിയനിലേക്കൊക്കെ ചേർന്ന് അവർ ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനായിട്ട് അല്ലെ ഒരു സ്ട്രൈക്കും നോക്കൗട്ടൊക്കെ നടത്തിയിട്ട് മുന്നേറാനുള്ള ശ്രമത്തിലുണ്ട്. അപ്പൊ ഇതിന്റെ മറ്റൊരു പിക്ചർ എന്ന് പറയുന്നത് എന്താണ് പവർ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ആ ഒരു ബന്ധത്തിലൂടെ ആ ഒരു നേച്ചറിലൂടെ തന്നെ അത് കൺസെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പവർ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ? റെപ്രസെന്റേഷൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. എംപ്ലോയിയുടെ റെപ്രസെന്റേഷൻ ആരായിരിക്കും? എംപ്ലോയിയുടെ റെപ്രസെന്റേഷൻ ആരായിരിക്കും? എംപ്ലോയറുടെ റെപ്രസെന്റേഷൻ ആരായിരിക്കും? യൂണിയൻ. എംപ്ലോയറുടെയോ? എംപ്ലോയറുടെ എംപ്ലോയറുടെ ആരായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ആവശ്യത്തിൽ പറഞ്ഞാൽ മതി. എംപ്ലോയിയുടെ യൂണിയൻ ആണെങ്കിൽ എംപ്ലോയറുടെ ആരായിരിക്കും?
ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ആൻസർ ചെയ്തു. എംപ്ലോയറുടെ മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ റെപ്രസെന്റേഷൻ ആയിട്ട് അവർ നിലകൊള്ളുന്നുണ്ട്. അതായത് ഡു നോട്ട് റെപ്രസെന്റ് ദംസെൽഫ്, ദേ റെപ്രസെന്റ് ദ ക്ലെയിം ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അല്ലെ. തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലാണ് റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. അവിടെയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടുള്ളത്. Then എന്താണ് collective bargaining requires that the representative of a union ideally direct with the employers. The unions are authorized to bargain with the employers on weak related matters. Okay, weak related ആയിട്ടുള്ള മാറ്റേഴ്സിൽ യൂണിയനുകളൊക്കെ എന്താണ് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസുകൾ അവതരിപ്പിക്കും അല്ലെ. ഇരു കൂട്ടരും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെപ്രസെന്റേറ്റീവ്സ് പ്രവർത്തിക്കുന്നത്. യൂണിയൻ ഡയറക്ട്ലി എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയറിനോട് വാദിക്കുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താണ് അവിടെ തീർച്ചയായിട്ടും എംപ്ലോയർക്ക് വേണ്ടിയിട്ട് അവരുടെ റെപ്രസെന്റ് ചെയ്ത് ബാധിക്കും. യൂണിയൻസ് ആർ ഓതറൈസ്ഡ് ടു ബാർഗെയിൻ വിത്ത് എംപ്ലോയേഴ്സ് ഓൺ വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സ്. ഇരു കൂട്ടരും എന്താണ് ബാർഗെയിൻ ചെയ്ത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് തന്നെയാണ് അല്ലെ. ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകാരത്തോട് കൂടിയിട്ടാണ് അവര് ബാർഗെയിൻ ചെയ്യുന്നത്. ബൈപാരിറ്റേറ്റീവ് പ്രോസസ് എന്ന് പറയുന്നതിന്റെ കാരണം collective bargaining is a bipartite process. That is, there is no interference of any third party. All the decisions are taken by employer and employee by negotiating face to face with each other. Okay, ഒരു മൂന്നാമതൊരു കക്ഷിയൊന്നും വന്നിട്ടില്ല നമ്മുടെ ബാർഗെയിനിങ് കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകളാണ് ബാർഗെയിൻ ചെയ്ത് പങ്കെടുക്കുന്നത്. സോ അദ്ദേഹം നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ബൈപാരിറ്റൈറ്റ് പ്രോസസ് എന്നുള്ളത്. ദെൻ റൂൾ മേക്കിംഗ് നമുക്കറിയാം. ഒരു തൊഴിലാളികള് അല്ലെ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് ബാർഗെയിൻ ചെയ്യും. അപ്പൊ അതോടൊപ്പം തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവര് ഉണ്ടാക്കിയെടുക്കും അല്ലെ. റൂൾ മേക്കിംഗ് റീച്ചിങ് ആൻ അഗ്രിമെന്റ് ബൈ സ്പെസിഫൈങ് റൂൾസ് പെർട്ടൈനിങ് ടു എൻവയറമെന്റൽ റിലേഷൻഷിപ്പ് ഇൻ ദ പർപ്പസ് ഓഫ് കളക്ടീവ് ബാർഗെയിനിങ്. കളക്ടീവ് ബാർഗെയിനിങ് എന്ന പ്രോസസ്സിൽ അല്ലെ, കളക്ടീവ് ബാർഗെയിനിങ് എന്ന പ്രോസസ്സിൽ തീർച്ചയായിട്ടും എന്താണ് റൂൾ മേക്കിംഗ് അതൊക്കെ നടപ്പാക്കുന്നതാരാണ്? ഇത്തരത്തിലുള്ള നെഗോഷിയേഷന്റെ ബേസിലാണ് റൂളുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലെ, നിയമങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ദെൻ പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെ, നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അവരുടേതായിട്ടുള്ള വർക്കേഴ്സിന്റേതായിട്ടുള്ള ഇൻട്രസ്റ്റുകള് അത് നന്നായിട്ട് അല്ലെ ലഭ്യമാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അല്ലെ അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവര് തന്നെയാണ് ഇറങ്ങി തിരിച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത് അല്ലെ. ഡിസ്കഷനും നെഗോഷിയേഷനൊക്കെ നടത്തിയിട്ടാണ് അവര് ബാർഗെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് വൈഡ്ലി ഇൻ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ. ഇൻഡസ്ട്രിയൽ വ്യവസായ സംഘടനകളെല്ലാം ഇത് കൂടുതലായിട്ട് അല്ലെ പലതരത്തിലും ലഭ്യമാകുന്നുണ്ട്. അതായത് ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കരസ്ഥമാക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ സംരക്ഷിക്കുന്നു. ഇന്റഗ്രൽ പാർട്ട് നമുക്കറിയാം ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. It is an integral part of the industrial society and it is a technique which makes an effort to reduce the reconcile the needs and objectives of workers and employees. എന്താണ് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത്? അവിഭാജ്യ ഘടകമാണ് അല്ലെ. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു. കാരണം നമുക്കറിയാം അവരുടേതായിട്ടുള്ള എഫേർട്ടുകൾ അത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൾപ്രേരക ഘടകമായിട്ടാണ് ഇത്തരത്തിലുള്ള നെഗോഷിയേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം തൊഴിലാളികളുടെ ഇൻട്രസ്റ്റുകളും അതേമാതിരി തന്നെ തൊഴിലുടമയുടേതായിട്ടുള്ള അവകാശങ്ങൾ ഏത് കൂട്ടർക്കും നേടിയെടുക്കാനായിട്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള കളക്ടീവ് ബാർഗെയിനിങ് നമ്മുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് അത് വിലപേശി അല്ലെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ട് വിലപേശി അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കും. അപ്പൊ വ്യത്യസ്ത ഫീച്ചേഴ്സുകളാണ് ഇതൊക്കെ കിട്ടിയത്. നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഏതെങ്കിലും ഫീച്ചേഴ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം.
ഓക്കെയാണോ? വായിച്ചാൽ എളുപ്പം മനസ്സിലാവുന്നതാണ്. റെപ്രസെന്റേറ്റീവ് എന്ന് പറയുമ്പോൾ പ്രോസസ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസിൽ നിന്നാണ് അവർ ബാർഗെയിൻ ചെയ്ത ഒരു കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. ഇതുവഴി നമുക്കറിയാം റൂൾ മേക്കിംഗ് ഒക്കെ നടപ്പാക്കുന്നത്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പരസ്പരം ചർച്ചയിലൂടെയാണ് നേടിയെടുക്കുന്നത്. ഇൻട്രസ്റ്റ് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോഴാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. അതൊരു ഇന്റഗ്രേറ്റ് പാർട്ട് എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകമാണ്. കാരണം ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ നോക്കുമ്പോൾ ഒരു ടെക്നിക്കാണ് അല്ലെ, അവിടെ വലിയ വലിയ എന്താണ് സ്ട്രൈക്ക് ലോക്കൗട്ടൊക്കെ വന്ന് കമ്പനികളെ നിർത്തി പോകാത്ത രീതിയിൽ ഒരു കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചർച്ച എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ അത് ഇന്റഗ്രൽ പാർട്ടായിട്ടാണ് നിലകൊള്ളുന്നത്. ഓക്കെ, ബാക്കി തിങ്സ് ഒക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. തന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ, നിങ്ങളുടെ പുസ്തകത്തിലെ ആ ഹെഡിങ്സുകൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. തന്നെ ഇതിന്റെ നേച്ചർ എന്താന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് എ ഡൈനാമിക് നേച്ചർ ആണ്. ആരുടെയൊക്കെ പ്രസൻസിലാണ് ഈ ഒരു തീരുമാനങ്ങളൊക്കെ നടപ്പാക്കണേന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് അല്ലെ, അവിടെ തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും അല്ലെ അവരുടെയൊക്കെ റെപ്രസെന്റേറ്റീവ് ആരൊക്കെയാണെന്ന് ചോദിച്ചാലും മനസ്സിലാക്കി വെക്കുക. തൊഴിലുടമകളുടെ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെന്റ് ആണ് എങ്കിൽ തൊഴിലാളികളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് യൂണിയൻ നേതാക്കളാണ് ബാർഗെയിൻ ചെയ്തത്. അതിനെ കൂടെ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, അതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ബാർഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലെ, അപ്പൊ അത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. റെപ്രസെന്റേറ്റീവുകളായിട്ടാണുള്ളതാണ്. ചർച്ചകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ സംരക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ നടപ്പാക്കി കൊണ്ടുപോകുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ നേച്ചർ എന്താന്ന് വെച്ചാൽ ഡൈനാമിക് നേച്ചർ ആണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അതായത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, അതായത് വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇത് ലഭ്യമാക്കുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നെഗോഷിയേഷൻ നമ്മൾ വിളിച്ചു കൊണ്ടുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. In the absence of a collective bargaining, the workers were unable to participate in the program and express their views in front of the management. ഇങ്ങനെ കളക്റ്റീവ് ബാർഗെയിനിങ് ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവരുടേതായിട്ടുള്ള അല്ലെ വർക്കേഴ്സിന് തൊഴിലുടമകളുടെ മുമ്പിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ അല്ലെ മുമ്പില് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ തൊഴിലാളികളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലെ, അവർക്ക് തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. It has provided an opportunity where they can give valuable suggestions about the work and contribute towards the programs. Okay, നമുക്കറിയാം ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ, നല്ല ഒരു അവസരമാണ് ലഭ്യമാകുന്നത്. കാരണം നല്ല മൂല്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ അല്ലെ പരസ്പരം അവർക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അവിടെ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് പ്രോഗ്രാം, ആ പ്രോഗ്രാമിലൂടെയാണ് ഇരു കൂട്ടർക്കും സംഭാവന ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ്, നല്ല നല്ല നിർദ്ദേശങ്ങൾ അവരുടെ ഇടയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു നെഗോഷിയേഷൻ വരുമ്പോഴാണ് സാധ്യമാക്കുന്നത്. The workers' suggestions may prove to be very useful for the organization as they are well aware of the real picture of the working condition. Okay, നമുക്കറിയാം നല്ല കൃത്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, റിയൽ പിക്ചർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തമായ ചിത്രം, അതായത് നല്ല വർക്കിംഗ് കണ്ടീഷനോട് കൂടിയിട്ട് അല്ലെ അത് ഏത് രീതിയിലുള്ളതായിരിക്കണമെന്ന്, അത് എങ്ങനെയുള്ളതായിരിക്കണമെന്ന് വർക്കേഴ്സിന്റെ സജഷൻ അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ പറയും ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് അത് പറ്റില്ല അല്ലെ, അവർക്ക് അത് മാക്സിമം അഫോർഡബിലിറ്റി വർക്ക് ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോൾ നമുക്കറിയാം ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം
ഡേ ഡ്യൂട്ടിയിലോട്ടൊന്നും അലോട്ട് ചെയ്ത് കൊടുത്തു തീർച്ചയായിട്ടും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവര് ശ്രദ്ധയിൽ കേന്ദ്രീകരിക്കുമ്പോൾ അവർക്ക് നിർദ്ദേശങ്ങൾ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. They also have a good knowledge about their work and the real picture of the working condition. വർക്കേഴ്സിനാണ് യഥാർത്ഥത്തിൽ നല്ല നോളജ് ഉണ്ടാവുക അല്ലെ, വർക്കുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റു പുറത്തുനിന്നുള്ള വ്യക്തികളൊക്കെ പറയുന്നേക്കാൾ കൂടുതൽ അല്ലെ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവരായതുകൊണ്ട് തന്നെ അവർക്ക് ആ ചർച്ചയിൽ ഉടനീളം അവരുടേതായിട്ടുള്ള പ്രോബ്ലംസും ആ വർക്കിംഗ് കണ്ടീഷനൊക്കെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. Then they also have a good knowledge about their work and the manner it is be done. Workers' participation help organizations in taking right and informed decisions. So അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളപ്പോൾ ഓർഗനൈസേഷന് നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെ അനൗപചാരികമായിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ് അവരായിരിക്കും അല്ലെ ഒരു റിയൽ പിക്ചർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വർക്കുമായിട്ട് അല്ലെ ബന്ധപ്പെടുന്നത് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരായിരിക്കും? വർക്കുമായി ബന്ധപ്പെട്ട് നേരിട്ട് കിടക്കുന്നത് ആരാണ്? ആരാ? വർക്കേഴ്സ്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും അല്ലെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു. അപ്പൊ അവര് കൃത്യമായിട്ട് നെഗോഷിയേഷൻ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് അവര് ഷെയർ ചെയ്യും. സോ അത് മനസ്സിലാക്കുക. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാല് അതായത് അല്ലെ ആരുടെ സജഷൻസ് ആണ് വെരി യൂസ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെ. റിയൽ പിക്ചർ ഓഫ് ദ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ആരുടെ സജഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ആരെയാണ്? വർക്കേഴ്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, താങ്ക് യു.